എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മീൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊടിഞ്ഞൊന്നും പോകാതെ കിട്ടുന്നൊരു കട്ട്ലറ്റാണ്. അപ്പോൾ അധികം താമസിയാതെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞാണ് അത് ചേർത്ത് ആദ്യം അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിവിടെ 170 ഗ്രാമാണ് മീൻ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ അളവ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ മീനുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പൊന്ന് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറച്ച് മതി ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കണം. പച്ചമണം നന്നായിട്ട് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മുള്ളില്ലാത്ത മീൻ ചേർക്കാം. നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള മീനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ചതിന് ശേഷം ഉടച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ ക്യാനിൽ ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ദശക്കട്ടിയുള്ള മീൻ അങ്ങനെ കിട്ടാറില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. അപ്പോൾ ആ മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ക്യാനിലെ ഫിഷ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉപ്പ് കാണും. ഇനി ഇതിലേക്ക് നമ്മൾ 2 സ്ലൈസ് ബ്രെഡ് മിക്സിയിലൊന്ന് പൊടിച്ചതിന് ശേഷം അതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആ ബ്രെഡ് ക്രംസ് ചേർക്കുമ്പോൾ കട്ട്ലറ്റ് നല്ലൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം. അപ്പോൾ സാധാരണ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന അച്ചുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മളിവിടെ കുക്കി കട്ടറിൽ വെച്ചിട്ടും ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് അത് ഉരുട്ടി നല്ല പ്രസ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് നമ്മൾ എണ്ണയിലിടുമ്പോൾ പൊടിഞ്ഞും പോകത്തില്ല, നല്ല ക്രിസ്പായിട്ട് നല്ല ഫേമായിട്ടിരിക്കും കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ. നമ്മൾ ബലം കൊടുക്കാതെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എണ്ണയിലിടുമ്പോഴേ അത് പൊടിഞ്ഞു പോകും, കട്ട്ലറ്റ് കഴിക്കുമ്പം ഒരു ഉറപ്പ് കിട്ടില്ല. അപ്പോൾ എല്ലാം അതുപോലെ നമ്മളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒരു മുട്ടയുടെ വെള്ള എടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ടയുടെ വെള്ള നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ മഞ്ഞ അങ്ങ് മാറ്റാം. മഞ്ഞ ഒരിക്കലും ഇതിൽ ചേർത്തിട്ട് അടിച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എണ്ണയെല്ലാം കൂടി പതഞ്ഞു പോകും. വെള്ള മാത്രം മതി. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ബീറ്റാക്കി എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇതിൽ കോട്ടായി കിട്ടും. അപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. നമ്മുടെ സാധാരണ ബ്രെഡ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി, നല്ല ബ്രെഡ് ക്രംസ് കിട്ടും. നമ്മളിവിടെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ മുട്ടയും പാലിൻ്റെയും മിക്സിലേക്ക് കട്ട്ലറ്റ് ഒന്ന് മുക്കിയതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടരുത്, കുറേശ്ശെ ഇട്ടിട്ട് നമ്മുടെ ആവശ്യാനുസരണം അതിട്ട് കൊടുക്കുക. അപ്പം ഒരുപാട് നനഞ്ഞ് കുഴഞ്ഞു പോവില്ല. അപ്പോൾ നമ്മൾ വലത്തെ കൈ വെച്ചിട്ടാണ് കട്ട്ലറ്റ് പാലിൽ മുക്കിയത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് നമുക്ക് കോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ കോട്ടാക്കി എടുത്തിട്ടുണ്ട്. 10 കട്ട്ലറ്റാണ് ഈ അളവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളിനി ഇത് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെക്കുക. ഇനി നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സമയമാകുമ്പോൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പ് ആൻഡ് ഫേമായിട്ട് കട്ട്ലറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ല ചൂടായിട്ട് കിടക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ആദ്യം കട്ട്ലറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ആ ഇടുന്ന വഴിയെ നല്ല ചൂടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറയ്ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. കുറഞ്ഞ ടെമ്പറേച്ചറിൽ നമ്മൾ ആദ്യം കട്ട്ലറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കട്ട്ലറ്റ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ടെമ്പറേച്ചറിൽ നമ്മൾ ആദ്യം കട്ട്ലറ്റ് ഇട്ട് പൊരിക്കണം എന്ന് പറയുന്നത്. തീ കുറച്ച് വെച്ചിട്ട് 2 സൈഡും നന്നായിട്ട് ബ്രൗൺ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കട്ട്ലറ്റ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കട്ട്ലറ്റ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ കട്ട്ലറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്കും അതുപോലെ തന്നെ ഷെയറും ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ എളുപ്പത്തിൽ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്